കൊൽക്കത്തയിലെ ആവേശപ്പോരിൽ സഞ്ജു സാംസണിന്റെ ചുമലിലേറി ഇന്ത്യ സെമിയിലേക്ക് പ്രവേശിച്ചതോടെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ തീപാറും പോരാട്ടം ഉറപ്പായി. എതിരാളി ഇംഗ്ലണ്ട് ആയതുകൊണ്ട് വാശിയേറിയ പോരാട്ടമാവും മുംബൈയുടെ മണ്ണിൽ ആരാധകർക്ക് കാണാനാകുക. ആതിഥേയരായ ഇന്ത്യ സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചാണ് സെമിയിലെത്തിയിരിക്കുന്നത്. ഇനി ഇംഗ്ലണ്ടിനെയാണ് ഇന്ത്യക്ക് വീഴ്ത്തേണ്ടത്. വിൻഡീസിനെതിരെ ഇന്ത്യയുടെ രക്ഷകനായത് സഞ്ജു സാംസണാണ്. 50 പന്തിൽ 97 റൺസോടെ പുറത്താകാവുന്ന സഞ്ജുവിന്റെ പ്രകടനം ഇന്ത്യക്ക് സെമി സീറ്റ് നൽകുകയായിരുന്നു. ഇനി ഇംഗ്ലണ്ടിനെതിരെ സെമിയിൽ സഞ്ജു സാംസൺ മുംബൈയിൽ മിന്നിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ ഭാഗ്യ മൈതാനമായ മുംബൈയിലെ സഞ്ജു സാംസണിന്റെ കണക്കുകൾ ആശ്വാസം പകരുന്നതാണ്. മുംബൈയിൽ ഭേദപ്പെട്ട റെക്കോർഡാണ് സഞ്ജുവിനുള്ളത്. 17 മത്സരങ്ങളാണ് സഞ്ജു മുംബൈയിൽ കളിച്ചത്. 387 പന്ത് നേരിട്ട സഞ്ജു 568 റൺസാണ് നേടിയത്. 15 തവണ സഞ്ജു ഇവിടെ പുറത്തായി. 37.9 ശരാശരി 146.8 പ്രകടനശേഷിയും സഞ്ജുവിന് അവകാശപ്പെടാൻ സാധിക്കും. ഒരു തവണ മുംബൈയിൽ സെഞ്ചുറി നേടാൻ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. 119 റൺസാണ് സഞ്ജുവിന്റെ ഇവിടുത്തെ ഉയർന്ന സ്കോർ. 3 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടിയിട്ടുണ്ട്. സഞ്ജുവിന്റെ ഈ കണക്കുകൾ പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ സഞ്ജുവിനെയും ആരാധകരെ ആശങ്കപ്പെടുന്ന മറ്റൊരു കണക്ക് കൂടിയുണ്ട്. അതാണ് ടെൻഷൻ അടിപ്പിക്കുന്നത്. 2025-ൽ ഇംഗ്ലണ്ട് ഇന്ത്യയിൽ പര്യടനം നടത്തിയപ്പോൾ 2020 ടീമിൽ സഞ്ജു സാംസൺ ഇടം പിടിച്ചിരുന്നു. ഈ പരമ്പരയിലെ 5 മത്സരങ്ങളിലും സഞ്ജു ഇന്ത്യൻ ടീമിനായി കളത്തിലിറങ്ങി. എന്നാൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല. 5 മത്സരങ്ങളിൽ നിന്ന് 51 റൺസ് മാത്രമാണ് സഞ്ജു സ്കോർ ചെയ്തത്. 118.6 മാത്രമായിരുന്നു സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ്. സഞ്ജുവിന്റെ ഒപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത അഭിഷേക് ശർമ്മ തകർത്തടിക്കുമ്പോഴും സ്വന്തം നാട്ടിൽ സഞ്ജു നിരാശപ്പെടുത്തി. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഇംഗ്ലണ്ടിനെതിരെ കളിച്ച ആദ്യ 2020-ൽ 20 പന്തിൽ 26 റൺസ് എടുത്താണ് സഞ്ജു മടങ്ങിയത്. 4 ഫോറുകളും 1 സിക്സും നേടിയ സഞ്ജു തുടങ്ങിയെങ്കിലും ജോഫ്ര ആർച്ചറുടെ പന്തിൽ ക്യാച്ച് നൽകി പുറത്തായി. പിന്നീട് അങ്ങോട്ട് കളിച്ച 3 മത്സരങ്ങളിലും സഞ്ജുവിന് 2 അക്കം കടക്കാനായില്ല. 7 പന്തിൽ 5, 6 പന്തിൽ 3, 3 പന്തിൽ 1 എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ സ്കോർ. 2ാം 2020-ലും 3ാം 2020-ലും സഞ്ജുവിന്റെ വിക്കറ്റ് എടുത്തത് ജോഫ്ര ആർച്ചർ തന്നെയായിരുന്നു. 4ാം 2020-ൽ സഹീബ് മുഹമ്മദിന്റെ പന്തിലും സഞ്ജു പുറത്തായി. ഈ പരമ്പരയിലെ അവസാന മത്സരം നടന്നത് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ഇവിടെ വെച്ച് തന്നെയാണ് 2020 ലോകകപ്പിലെ ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരവും നടക്കുന്നത്. തുടർച്ചയായി തന്റെ വിക്കറ്റുകൾ എടുത്ത ജോഫ്ര ആർച്ചർക്കെതിരെ ആദ്യ പന്തിൽ തന്നെ 6 അടിച്ചാണ് സഞ്ജു അന്ന് തുടങ്ങിയത്. 7 പന്തുകൾ മാത്രം നീണ്ടുനിന്ന ആ ഇന്നിംഗ്സ് 2 സിക്സുകൾ അടിച്ച് സഞ്ജുവിന്റെ തിരിച്ചുവരവ് സൂചനകൾ കാണിച്ചിരുന്നു. എന്നാൽ 16 റൺസ് എടുത്ത് താരം പുറത്തായി. ഈ ഒരു മത്സരത്തിൽ മാത്രമാണ് 200-ലധികം സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജുവിന് കളിക്കാനായത്. മാർക്ക് വുഡാണ് വാങ്കഡയിൽ സഞ്ജുവിന്റെ വിക്കറ്റ് വീഴ്ത്തിയത്. 5 മത്സരങ്ങളടങ്ങിയ 2025-ലെ 2020 പരമ്പരയിൽ സഞ്ജുവിനെ 3 തവണ പുറത്താക്കിയ ജോഫ്ര ആർച്ചർ ഇത്തവണയും ഇംഗ്ലണ്ട് ടീമിലുണ്ട്. 7 മത്സരങ്ങൾ കളിച്ച് 10 വിക്കറ്റുകളാണ് ഈ ലോകകപ്പിൽ ഇതുവരെ ആർച്ചർ നേടിയിട്ടുള്ളത്. മുംബൈ വാങ്കഡയിൽ വെച്ച് നടക്കുന്ന സെമി ഫൈനലിൽ സഞ്ജുവിന് തന്റെ ഇപ്പോഴത്തെ ഫോം നിലനിർത്തേണ്ടതുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ സ്വന്തം നാട്ടിൽ നിരാശപ്പെടുത്തിയെന്ന ചരിത്രവും സഞ്ജുവിന് തിരുത്തേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു തന്നെ ഓപ്പണറായി തുടരാനാണ് സാധ്യത. ഈ വിന്നിംഗ് കോമ്പിനേഷൻ പൊളിക്കാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തയ്യാറായേക്കില്ല. സഞ്ജു മിന്നിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മുംബൈയിൽ തയ്യാറാക്കുക ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചാണെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ വന്നാൽ ബാറ്റിംഗ് പിടികിട്ട് തന്നെ പ്രതീക്ഷിക്കാം. മുംബൈയിൽ 2ാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് മുൻതൂക്കം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ ടോസ് അതിനിർണായകമായിരിക്കും.